ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. അഥവാ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫയലിംഗ് പോർട്ടലിലൂടെ നിങ്ങൾ ഈ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഈ പാൻ കാർഡ് നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ അപ്പോൾ ആ സമയത്തിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും നിങ്ങൾ ഈ പാൻ കാർഡ് വന്നിട്ട് ഫിസിക്കൽ പാൻ കാർഡിലൂടെ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതേ സമയത്തിൽ നിങ്ങളെ ഫാദർ നെയിം എങ്ങനെ ആഡ് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഈ പാൻ കാർഡിൽ നിങ്ങളെ സിഗ്നേച്ചർ കാണൂലായിരിക്കും. ആ സിഗ്നേച്ചർ നമുക്ക് ഇനി ആഡ് എങ്ങനെ ചെയ്യാൻ നമുക്കിന്ന് കാണാം. എല്ലാ പ്രോസസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതേപോലെ നിങ്ങളെ പ്ലാസ്റ്റിക്കിന്റെ PVC കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. അതും നിങ്ങളെ അഡ്രസ്സിലൂടെ പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ വന്ന് തരും. നമുക്ക് ഇതിന്റെ പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക NSDL പാൻ കാർഡ്. ഇതിനുശേഷം ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇതിനുശേഷം നമുക്ക് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പിൽ വരുമ്പോൾ ഇവിടെ നമ്മളിൽ ഓൾറെഡി ഈ പാൻ കാർഡ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ചേഞ്ചസ് ഓർ കറക്ഷൻ ഇൻ എക്സിസ്റ്റിംഗ് പാൻ ഡാറ്റ ഓർ റീപ്രിന്റ് ഓഫ് പാൻ കാർഡ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ അകത്ത് നമ്മളെ പാൻ കാർഡിന്റെ അകത്താണ് കറക്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നമ്മളെ പേര് വന്നിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ഇതേപോലെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം പ്രത്യേകമായിട്ട്. എങ്ങനെ വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അഥവാ നിങ്ങളെ പേര് വന്നിട്ട് രാജേഷ് മണികുമാർ ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ രാജേഷ് എന്ന് വരും, മണി വന്നിട്ട് മിഡിൽ നെയിമിൽ വരും, ലാസ്റ്റ് നെയിം സർ നെയിമിൽ കുമാർ എന്ന് വരും. അഥവാ നിങ്ങളെ പേരിൽ ഒരു മിഡിൽ നെയിം ഇല്ല, വെറും രാജേഷ് കുമാർ ആണെങ്കിൽ രാജേഷ് വന്നിട്ട് ഫസ്റ്റ് നെയിമിൽ വരും, ലാസ്റ്റ് നെയിം സർ നെയിമിൽ കുമാർ എന്ന് കൊടുക്കണം. അഥവാ നിങ്ങളെ കേസിൽ വെറും സിംഗിൾ പേരാണെങ്കിൽ, എങ്ങനെ വെച്ചാൽ രാജേഷ് മാത്രമാണെങ്കിൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ബ്ലാങ്ക് ആയിട്ട് വിടണം. അതിനുശേഷം ലാസ്റ്റ് നെയിം സർ നെയിമിൽ ആ ഒരു സിംഗിൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. കാലണ്ടർ ഓപ്ഷൻ വഴി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിനുശേഷം നേരത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസ്റ്റന്റ് പാൻ കാർഡ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിന്റെ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ബൈ സബ്മിറ്റിംഗ് ഡാറ്റയിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് എന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ട് ഒരു ടോക്കൺ ID ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇനി ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ടോക്കൺ ID എവിടെയും നോട്ട് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതോ എന്തെങ്കിലും ഇഷ്യൂ ആയാൽ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ. ഇനി നമ്മളിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളെ ഫ്രണ്ടിൽ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 മെത്തേഡുകൾ കാണിക്കും. ഇവിടെ നിങ്ങൾ ഓൾറെഡി ഈ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ കാണുന്നത് ഇതാണ്, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്കാൻഡ് ഇമേജസ് ത്രൂ സൈൻ ഇൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മളെ സിഗ്നേച്ചർ ഒന്ന് നമുക്ക് പ്രിന്റ് ആയിരിക്കും ഇതിൽ കാണിക്കും. എന്താ വെച്ചാൽ നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് ഇൻസ്റ്റന്റ് ഈ പാനലിൽ നിങ്ങൾക്ക് കാണൂലായിരിക്കാം. അപ്പൊ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ അച്ഛന്റെ പേരും ആഡ് ചെയ്യാൻ പറ്റും. ഇതിനുശേഷം ഈ ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യൂല. ഏറ്റവും ഈസി മെത്തേഡ് ആണ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ്, ഇതാണ് മെയിൻ കാര്യം. ഇവിടെ നമുക്ക് ഫിസിക്കൽ പാൻ കാർഡ് വേണോ വേണ്ട എന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് വേണം, അതുകൊണ്ട് നമുക്ക് യെസ് എന്ന് കൊടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് നിങ്ങളെ പോസ്റ്റിലൂടെ വീട്ടിൽ വന്ന് ചേരും. ഇവിടെ നമ്മൾ യെസ് എന്ന് കൊടുത്തു. അതേപോലെ നമ്മളെ പാൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആധാറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നമുക്ക് ഇവിടെ ആധാറിൽ ഏതാണ് പേരുള്ളത് ആ സെയിം ടു സെയിം പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോക്സ് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ബേസിക്കലി നിങ്ങൾ പാൻ കാർഡിൽ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ഈ പാനിൽ നിന്ന് ഫിസിക്കൽ പാൻ കാർഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പാൻ കാർഡിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോം വന്നിട്ട് ഫിൽ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതോ നിങ്ങൾക്ക് നിങ്ങളെ പേരിന്റെ അകത്തോ നിങ്ങളെ അച്ഛന്റെ പേരിന്റെ അകത്തോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ കാര്യം വന്നിട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് GST നമ്പർ നമ്മളതിൽ കാണൂല. അപ്പോൾ നമുക്ക് ഇതിനെ ബ്ലാങ്ക് ആയിട്ട് വിടാം. ഇതിനുശേഷം നമുക്ക് ഇവിടെ ഫുൾ നെയിം കാണിക്കുന്നുണ്ടാകും. നമ്മൾ ഇതിനെ മുമ്പ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത പേര് ഇവിടെ കാണിക്കുന്നുണ്ടാകും ഓട്ടോമാറ്റിക്കലി. ഇതിനുശേഷം മെയിൽ ഫീമെയിൽ ജെൻഡർ നിങ്ങൾ അക്കോർഡിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ അഥവാ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ ആണോ, ജെൻഡറിൽ കറക്ഷൻ ആണെങ്കിൽ അതോ പേരിൽ കറക്ഷൻ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യണം. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് വരുന്ന ഡീറ്റെയിൽ ഓഫ് പാരന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അച്ഛൻ അമ്മയുടെ പേര് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ പേര് ഫിൽ ചെയ്ത പോലെ ഇവിടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം, അച്ഛന്റെ അമ്മേരെയും. ഇവിടെ അഥവാ നിങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെ പേരിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ പാൻ കാർഡിൽ നിങ്ങളെ പാരന്റ്സിൽ ആരെ പേരാണ് ഇവിടെ പ്രിന്റ് ആയി കാണിക്കണമെന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മൾ ഫാദർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഇനി നെക്സ്റ്റ് പേജ് വരുന്നതാണ് ഇവിടെ നമ്മൾ അഡ്രസ് ഉണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ വീട്ടിന്റെ അഡ്രസ് കൊടുക്കാൻ പോവുകയാണോ അതോ ഓഫീസിന്റെ അഡ്രസ് കൊടുക്കാൻ പോവുകയാണോ? സോ നമ്മളിവിടെ വീട്ടിന്റെ അഡ്രസ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് റെസിഡൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ കംപ്ലീറ്റ് അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ബിൽഡിംഗ് നമ്പർ, ഹൗസ് നമ്പർ, വീട്ടിന്റെ പേരെന്താണ്, ബിൽഡിംഗിന്റെ പേരെന്താണ്, അതിനുശേഷം പോസ്റ്റ് ഓഫീസ് നിങ്ങൾ ഏതാണ് ഇവിടെ കൊടുക്കുക. ഇതിനുശേഷം നിങ്ങളെ ഏരിയ നെയിം, ടൗൺ നെയിം ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏരിയ പിൻകോഡ്. അതിനുശേഷം സിപ്പ് കോഡ് നമുക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല, ഇത് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിടാം. നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് അഥവാ നിങ്ങളെ പാൻ കാർഡ് ഡാറ്റയകത്ത് നിങ്ങളെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതോ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ ഏതാണ് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ ഡീറ്റെയിൽ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ഇവിടെ മാനുവലി നമ്മളെ ഫോൺ നമ്പറിന്റെ കൺട്രി കോഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം, +91. ഇനി നമ്മളെ ഫ്രണ്ടിൽ നെക്സ്റ്റ് വരുന്നതാണ് ടിൻ ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽ. ഇവിടെ നിങ്ങൾ അഥവാ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ NRI ആണെങ്കിൽ ഇവിടെ നിങ്ങളെ പാസ്പോർട്ട് നമ്പർ, അതിനുശേഷം ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് വന്നിട്ട് എന്റെ കേസിൽ അപ്ലിക്കബിൾ അല്ല, സോ നമ്മൾ ഇതിനെ ബ്ലാങ്ക് ആയിട്ട് ഇടാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഏതൊക്കെ ഡോക്യുമെന്റുകൾ നിങ്ങൾ കൊടുക്കാൻ പോകുന്നു കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് അക്കോർഡിംഗ് നമുക്ക് ഇവിടെ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങളെ ആധാർ കാർഡ് ആണോ അതോ പാസ്പോർട്ട് ആണോ അതോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ വോട്ടർ ID കാർഡ് ആണോ അതോ ബാങ്ക് പാസ്ബുക്ക് ആണോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിനുശേഷം നമുക്ക് അഡ്രസ്സിന്റെയും പ്രൂഫ് ഇവിടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ ഡോക്യുമെന്റുകൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അഥവാ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സിന്റെ ഡോക്യുമെന്റ് പ്രൂഫ് കാണിക്കൂല. നിങ്ങൾക്ക് അത് കൊടുക്കാതെ തന്നെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ അഡ്രസ് കറക്ഷൻ ചെയ്യാൻ പോകുകയാണ്, അതുകൊണ്ട് അത് റിലേറ്റഡ് ഡോക്യുമെന്റ് ചോദിക്കുകയാണ്, അത് നമുക്ക് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, ഗ്യാസ് ബിൽ, പാസ്പോർട്ട്, ആധാർ കാർഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതോ വോട്ടർ ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മളിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനുശേഷം വരുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്. ഇവിടെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റും, അതും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇനിയും ഡോക്യുമെന്റ്സ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് പ്രൂഫ് ഓഫ് പാൻ. ഇവിടെ നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് ഈ പാൻ കാർഡ് വന്നിട്ട് നമ്മളതാണ്. സോ നമുക്ക് ഇതിന്റെ ഒരു പ്രൂഫ് കൊടുക്കണം. സോ ഇവിടെ പ്രൂഫിൽ എന്താ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പാൻ കാർഡിന്റെ കോപ്പി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് പാൻ കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമെയിലോട് കിട്ടുന്ന ആ ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് പോയിട്ട് നിങ്ങൾക്ക് അതോ ഒരു ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് സ്വന്തമായിട്ട് തന്നെ റിവ്യൂ ചെയ്ത് നിങ്ങളെ പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിക്ലറേഷൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പേര് വന്നിട്ട് കൊടുക്കണം. ഇതിനുശേഷം സിഗ്നേറ്ററി വേണ്ടത് നമ്മളതാണ്. സോ നമ്മളിവിടെ സെൽഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ഇവിടെ നിങ്ങൾ എത്ര ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കുന്നു അത് ഇവിടെ കൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് എത്ര ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിലും പ്രൂഫ് ഓഫ് അഡ്രസ്സിലും ഒരേ ഡോക്യുമെന്റ് ആണ് കൊടുത്തത്, അത് 1 ആകും. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ഡോക്യുമെന്റ് വേറെ ഡോക്യുമെന്റ് ആണ് കൊടുത്തത്, അത് 2 ആകും. ഇതേപോലെ നമ്മൾ 2 ഡോക്യുമെന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങൾ ഇവിടെ 3ലും വേറെ വേറെ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ 3 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ ഈ ഫോം എന്നിട്ട് ഏത് സ്ഥലത്ത് നിന്നാണോ ഫിൽ ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പേരുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പാൻ കാർഡ് നമ്മളെ ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ സൈസ് വന്നിട്ട് വളരെ കുറവാണ്. ഇവിടെ ഫയൽ സൈസ് വന്നിട്ട് 50 KB ഉള്ളിൽ ഉണ്ടാകണം, മുകളിൽ പോകാൻ പാടില്ല. മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആകൂല. അതിനുശേഷം ഫോട്ടോയുടെ ഡയമെൻഷൻ വന്നിട്ട് 3.5 × 2.5 സെന്റിമീറ്ററിൽ ഉണ്ടാകണം. അതേപോലെ ഫയൽ വന്നിട്ട് JPG ഫോർമാറ്റിൽ ഉണ്ടാകണം. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഫോട്ടോ വന്നിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആകും. ഇവിടെ നിങ്ങളെ ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്ന നിങ്ങളെ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു A4 സൈസ് പേപ്പർ എടുക്കണം. അവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ച് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇട്ടിട്ട് അതിനെ ഫോൺ വഴി ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോട്ടോ എടുത്തിട്ട് അതിനെ ക്രോപ്പ് ചെയ്യണം. നിങ്ങളെ സിഗ്നേച്ചറിനെ കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യണം. നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് എത്ര ഏരിയയിൽ നിങ്ങളെ സിഗ്നേച്ചർ ഉണ്ടോ അത്ര ഏരിയ നിങ്ങളെ പാൻ കാർഡിൽ കാണിക്കും. ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകണം. അതേപോലെ അതിന്റെ ഡയമെൻഷൻ വന്നിട്ട് 2 × 4.5 സെന്റിമീറ്ററിൽ ഉണ്ടാകണം. അതേപോലെ 50 KB ഉണ്ടാകണം. അതേപോലെ അപ്ലോഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്നതാണ് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ഇവിടെ നമ്മൾ മുകളിൽ കറക്ഷൻ ചെയ്യുമ്പോൾ ഏതാണ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഡോക്യുമെന്റ് ഒറിജിനൽ PDF ആയിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫയൽ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഡോക്യുമെന്റ് നമ്മൾ ആധാർ
ആധാറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആധാറിനെ PDF-ലൂടെ ഫോട്ടോ എടുത്ത് നമുക്ക് ഒറിജിനൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അഥവാ ആധാറിന്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആധാറിൽ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിന്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇവിടെ. ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ടും ബാക്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് രണ്ട് സൈഡും ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ സെക്കൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ഡോക്യുമെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതേപോലെ നമ്മൾ സെക്കൻഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് രണ്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടായിട്ട് കാണിക്കും. മീൻസ് അപ്ലോഡ് ചെയ്ത PDF-ന്റെ പേരിവിടെ താഴെ റെഡ് കളറിൽ കാണിക്കും. അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ സബ്മിറ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ സമ്മറി പേജ് ഇവിടെ വന്നിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇനി ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആധാറിന്റെ നമ്മളെ ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോന്ന് വൺസ് ചെക്ക് ചെയ്യണം. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേരിലാണോ നിങ്ങളുടെ അച്ഛന്റെ പേരിലാണോ അതൊക്കെ നിങ്ങൾക്ക് വൺസ് ചെക്ക് ചെയ്യണം, എല്ലാം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ നിങ്ങൾ ഇവിടെ ഏതാണ് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫോട്ടോയാണോ സിഗ്നേച്ചർ ആണോ എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പ്രൊസീഡ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാൻ കാർഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫീസ് പേയ്മെന്റ് ചെയ്യണം. ഇവിടെ ഗവൺമെന്റ് ഫീസ് വന്നിട്ട് 106.90 പൈസയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 107 rupees പേയ്മെന്റ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൾട്ടിപ്പിൾ മെത്തേഡ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത് ബിൽഡെക്സ്, അതിനുശേഷം Paytm. സോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഐ അഗ്രി ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേ കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ പേയ്മെന്റ് മെത്തേഡുകൾ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് അതോ ക്രെഡിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ UPI BIM വാളറ്റിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് ആണ്. സോ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേയിലൂടെ സ്കാൻ ചെയ്ത് അതിനെ പിൻകോഡെല്ലാം അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ പേയ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. എപ്പോൾ നിങ്ങളെ പേയ്മെന്റ് കംപ്ലീറ്റ് ആകുന്നോ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ സക്സസ് എന്നൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇനി നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇവിടെ നമുക്ക് ആധാർ കാർഡിലൂടെ ഓതന്റിക്കേഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓതന്റിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം ഇവിടെ OTP ജനറേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങളെ ഫോണിൽ ഒരു OTP വരും. OTP വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡിലൂടെ ഏതാണ് ഫോൺ നമ്പർ ലിങ്ക് ആണ് അതിലൂടെ ഒരു OTP വരും. സോ ഇവിടെ നമ്മൾ ആ OTP-നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ്. നമുക്ക് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ വേറെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് OTP വരും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിനുശേഷം ഐ ഹിയർ പേ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ആധാറിന്റെ ഫുൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആധാറിൽ ഏതാണ് ഫോൺ നമ്പർ ലിങ്ക് ആണോ ആ ഫോൺ നമ്പറിൽ OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വെരിഫൈ OTP-യിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അക്നോളജ്മെന്റ് സ്ലിപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. ആ സ്ലിപ്പിനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പേസോ സിമ്പിൾ ഒന്നും പാടില്ല. കണ്ടിന്യൂ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇനി ഈ ഒരു ഫോം വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അടുത്ത് വെച്ചിരിക്കണം. PDF ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇനി ഈ ഒരു ഫോം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സേഫ് ആക്കി വയ്ക്കുക. ഇതിന് നിങ്ങൾക്ക് ഒരിടത്തും സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതേപോലെ നിങ്ങളെ പാൻ കാർഡിൽ ഏതൊക്കെ കാര്യങ്ങൾ ചേഞ്ചസ് അത് കറക്ഷൻ ചെയ്യണോ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്യണോ അതോ സിഗ്നേച്ചർ ആഡ് ചെയ്യുമ്പോൾ സോ ഇത് വന്നിട്ട് ചേഞ്ച് ആകാൻ അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി 7 to 15 ദിവസം വരെ നിങ്ങൾക്ക് സമയം എടുക്കുന്നുണ്ടാകും അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ചിലവരെ കറക്ഷൻ വന്നിട്ട് 5 to 7 ദിവസത്തിൽ തന്നെ കറക്ഷൻ ആകുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അതോ മെയിലിലൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും നിങ്ങൾ ഏതാണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ചേഞ്ച് ആയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം നിങ്ങൾ ഇമെയിൽ ID ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണ് ഇമെയിൽ ID ഇവിടെ പാൻ കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കറക്ഷൻ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ പാൻ കാർഡ് വന്നിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഏതാണ് പുതിയതായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തോ സിഗ്നേച്ചർ
അപ്ലോഡ് ചെയ്തോ അത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ പുതിയൊരു കാർഡ് വന്നിട്ട് NSDLന്റെ സൈഡിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അതേപോലെ ഈ ഒരു പാൻ കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് വരുന്നേരം നിങ്ങൾക്ക് ഈ ഒരു പാൻ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് നിങ്ങളെ അഡ്രസ്സിലൂടെ സെൻഡ് ചെയ്യും. അത് വന്നിട്ട് പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങളെ പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. അതേപോലെ നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ SMS-ലൂടെ നിങ്ങൾക്ക് അതിന്റെ ട്രാക്കിംഗ് നമ്പർ കിട്ടും. ആ ഒരു ട്രാക്കിംഗ് നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ലൈവ് ലൊക്കേഷൻ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, എവിടെയാണ് നിങ്ങളെ പാൻ കാർഡ് എത്തിയെന്ന് പറഞ്ഞിട്ട്. ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റോ ഒരു ഇമെയിലോ ഒന്നും വന്നിട്ടില്ല, ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം ചെക്ക് ചെയ്യുക, നിങ്ങളെ പാൻ കാർഡ് കറക്ഷൻ വന്നിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പോർട്ടലിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോൺ സ്റ്റാറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളെ പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈപ്പിൽ വരണം, പാൻ ന്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ അക്നോളജ്മെന്റ് സ്ലിപ്പിൽ കാണാൻ പറ്റും നിങ്ങൾ അക്നോളജ്മെന്റ് നമ്പർ, ആ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ടിന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് എന്താണ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ പാൻ കാർഡ് പോസ്റ്റ് ഓഫീസിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രാക്ക് നമ്പർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നിങ്ങൾ പാൻ കാർഡ് വന്നിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് വീഡിയോ എടുക്കണം. ബൈ.